സർക്കാർ പട്ടികയിലെ ഏറ്റവും അർഹരായ 105 പേർക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് വീട് നിർമ്മിക്കുന്നതിനായി കണ്ടെത്തിയതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. 100 വീടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ 100-ലധികം വരും. 105 മറ്റോ ആയിട്ടുണ്ട്. സർക്കാർ ലിസ്റ്റിൽപ്പെട്ടതും അതിൽ തന്നെ ഏറ്റവും അർഹത ഉള്ളവരും ഈ സ്ഥലത്ത് പ്രിഫർ ചെയ്യുന്നവരും. നല്ല സ്ഥലമാണ്, അതുപോലെ തന്നെ മെയിൻ റോഡിൻ്റെ സൈഡാണ്, പട്ടയ ഭൂമിയാണ്, അതുപോലെ തന്നെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. സർക്കാരിൻ്റെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ ഞങ്ങളുടേത് തന്നെയാണ്. ഇനി വരാനുണ്ടാവുമായിരിക്കും, പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ്. നിശ്ചിത സമയത്തിനകം നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളത് എടുക്കാൻ പോകുന്ന കോൺട്രാക്ടറോട് ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യും. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അഷ്കർ അലി. നാളെ അവിടെ 105 വീടുകൾക്കുള്ള ഒരു തുടക്കമാണ് ഇടാൻ പോകുന്നത്. ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ടറിനോട് സൂചിപ്പിച്ചതുപോലെ പി.കെ. ബഷീറിന്റെ നേതൃത്വത്തിൽ അവിടെ ഈ സമിതി രൂപീകരിക്കുകയും ഈ സ്ഥലം കണ്ടെത്തുന്നതിലടക്കം സർക്കാർ കണ്ടെത്തിയ സ്ഥലം, അതിന്റെ എസ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് കോടതി കയറുന്ന അടക്കമുള്ള കടമ്പകൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ അങ്ങനെയുള്ള ഒരു തടസ്സവുമില്ലാതെ ഈ വീട് കിട്ടുന്ന ആളുകൾക്ക് അവരുടെ ഭൂമിയും അതുപോലെ തന്നെ ആ വീടുമൊക്കെ പൂർണ്ണമായും സ്വന്തമാകുന്ന രീതിയിൽ നിയമപരമായും എല്ലാ പരിരക്ഷയും ഉറപ്പാക്കിയല്ലേ ഈ ഭവന നിർമ്മാണത്തിലേക്ക് ലീഗ് കടക്കുന്നത്? സുജ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുനരധിവാസ പദ്ധതി മാത്രമല്ല, അവരുടെ ഒരു ചരിത്ര പദ്ധതി കൂടിയാണ്. കാരണം വയനാട് ദുരിതബാധിതർക്കൊപ്പം ആദ്യം തന്നെ പ്രഖ്യാപനം നടത്തിയ ഒരു പാർട്ടി കൂടിയായിരുന്നു മുസ്ലിം ലീഗ്. സ്വാഭാവികമായും അന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയായിരുന്നു ലീഗ് ആലോചിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അത് സർക്കാരിൻ്റെ പദ്ധതിക്ക് കാലതാമസമെടുക്കുന്നു എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് അതിൽ നിന്ന് മുസ്ലിം ലീഗ് പിൻവാങ്ങുകയും ഇപ്പോൾ സ്വതന്ത്രമായി തന്നെ സ്വന്തമായ ഒരു പദ്ധതി മുസ്ലിം ലീഗ് ആരംഭിക്കുകയും ചെയ്യുന്നു. നാളെയാണ് അതിൻ്റെ തറക്കല്ലിടൽ നടക്കാൻ പോകുന്നത്. 1000 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്നത്. ഭാവിയിൽ 2000 സ്ക്വയർ ഫീറ്റ് വരെ നിർമ്മിക്കാവുന്ന തരത്തിലുള്ള ബലത്തോടു കൂടിയുള്ള 3 മുറികളോട് കൂടിയുള്ള ഒരു വീടിനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയും മേപ്പാടി റോഡിനോട് തന്നെ ചേർന്നുകൊണ്ട് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റോഡിലേക്ക് ആശ്രയിക്കാവുന്ന തരത്തിലേക്ക് തന്നെ ഒരു വീടിൻ്റെ പുനരധിവാസ പദ്ധതി, അതിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും അടക്കം എല്ലാ സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു ടൗൺഷിപ്പാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നിർമ്മിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും 105 വീടുകൾ സർക്കാർ കഴിഞ്ഞാൽ പിന്നീട് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ ടൗൺഷിപ്പ് ആകാൻ പോകുന്നത് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ഈ പദ്ധതി തന്നെയാണ്. മറ്റ് പല ചാരിറ്റി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളും വീട് നിർമ്മാണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ സർക്കാർ കഴിഞ്ഞാൽ പിന്നീട് അത് ഏറ്റവും വിപുലമായി നടത്താൻ പോകുന്നത് മുസ്ലിം ലീഗാണ്. സ്വാഭാവികമായും അതൊരു ചരിത്രത്തിന്റെ നാഴികക്കല്ലായി തന്നെയാണ് മുസ്ലിം ലീഗ് അടയാളപ്പെടുത്തുന്നത്. നാളെ 2 മണിക്കാണ് ഈ ശിലാസ്ഥാപനം നടക്കാൻ പോകുന്നത്.